നമസ്കാരം. കഴിഞ്ഞ കുറെ നാളായി കേരള രാഷ്ട്രീയത്തിൽ ചീഞ്ഞു നാറുന്ന ഒരു അധ്യായമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പൊ അതാ ലൈംഗിക ആരോപണങ്ങളിൽപ്പെട്ട് സകല വെളിവും പോയിരിക്കെ ഒടുവിൽ രക്ഷ തേടി അയ്യപ്പ സന്നിധിയിലെത്തി. എന്തൊക്കെ പറഞ്ഞാലും അപാര തൊലിക്കട്ടിയെന്നെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഇനി അയ്യപ്പനെങ്ങാനും വിവാദത്തിൽ നിന്നും കരകയറ്റുമോ എന്ന പ്രതീക്ഷയിലാകും അയ്യപ്പ ദർശനം നടത്തിയത്. എന്തായാലും ലൈംഗിക ആരോപണങ്ങൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നതിനിടെയാണ് ശബരിമല ദർശനം നടത്തിയത്. ഇന്ന് പുലർച്ചെ നട തുറന്നപ്പോഴുള്ള നിർമാല്യം തൊഴുത് രാഹുൽ 7:30 ഉഷപൂജയിലും പങ്കെടുത്തിരിക്കുകയാണ്. നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ വി കെ ശ്രീകണ്ഠൻ എംപിക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമലയിൽ എത്തിയിരുന്നു. പക്ഷെ അന്നൊന്നും കിട്ടാത്ത ഒരു കവറേജാണ് ഇന്നത്തെ യാത്രയിൽ കിട്ടിയതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാലും ഇത്തവണ രാഹുലിനെ എഴുന്നള്ളിക്കാനും കൊണ്ടുപോകാനും നടക്കാനും ഒന്നും പാർട്ടിക്കാരുമില്ല, ആരുമില്ല എന്നാണ് കരക്കമ്പി. പാർട്ടിയിൽ നിന്നും സസ്പെൻഷനിലായ മാങ്കൂട്ടത്തിൽ ഒരു റീ എൻട്രിക്കുള്ള ശ്രമത്തിലാണ്. എങ്ങനെ റീ എൻട്രി നടത്താം, അതാണ് കക്ഷിയുടെ ഇപ്പോഴത്തെ ചിന്ത. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പണി വേണ്ട വിധത്തിൽ അങ്ങോട്ട് ഏൽക്കുന്നില്ല. ഇത് മാത്രമല്ല, മാങ്കൂട്ടത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും പണിയുണ്ടെന്നാണ് കേട്ടുകേൾവി. നിയമസഭയിൽ മാസ് എൻട്രി നടത്തി ഇപ്പോൾ ഏതാണ്ട് സാധിക്കുമെന്ന വിധത്തിലൊക്കെ നിയമം ഷജീർ മാങ്കൂട്ടത്തിനെ എഴുന്നള്ളിച്ചത്. പക്ഷേ എന്തു ചെയ്യാന്, എല്ലാം ഓലപ്പടക്കം പോലെ ചുറ്റിപ്പോയി. മാങ്കൂട്ടത്തിനെ കൊണ്ട് നടന്ന് ചുരുക്കത്തിൽ ഷജീറും പണി മേടിച്ച് കെട്ടിയെന്ന് പറയാം. പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ വാക്കിന് വില നൽകാതെയായിരുന്നു രാഹുലിന്റെ വരവ്. ഇതോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മറ്റൊരു ഏറ്റുപറച്ചിലും, അതെ ഞാൻ പാർട്ടിക്ക് വിധേയന, പാർട്ടി പറയുന്ന എന്താണോ അതേ കേൾക്കും, അതേ കേൾക്കാവൂ. ഒടുവിൽ കൊണ്ടുവന്ന ഷജീറിനെതിരെയും പാർട്ടിയിൽ പരാതിയായി. പാർട്ടി സസ്പെൻഷൻ നടപടി സ്വീകരിച്ച ഒരാൾക്കൊപ്പം പോയത് തെറ്റായ സന്ദേശം നൽകിയെന്നാണ് പരാതി. നേമം ഷജീർ അടക്കമുള്ള യുവ നേതാക്കൾക്കൊപ്പം പ്രത്യേക വാഹനത്തിലാണ് രാഹുൽ എത്തിയത്. സഭയിൽ എന്തിന് പിന്നാലെ രാഹുലിന് ഒരു കുറിപ്പും ലഭിച്ചു. ഈ കുറിപ്പ് കൈ കിട്ടിയ ശേഷം ആള് സ്കൂട്ടായി. ശേഷം രാഹുൽ സഭയിൽ നിന്ന് ഇറങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിലേക്ക് അനുഗമിച്ച ശേഷം നേമൻ ഷജീറിനെ കാണാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അങ്ങ് വിസമ്മതിച്ചു. ഇതോടെ ഏതാണ്ട് ഉറപ്പായി തനിക്കും പണി കിട്ടിയെന്ന്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലെത്തി കാണാൻ ശ്രമിച്ചുവെങ്കിൽ മൈൻഡേ ചെയ്തില്ല. സഭയിലേക്ക് തിരിച്ചു പോകുമ്പോൾ പിന്നാലെ ചെന്ന് കാണാൻ ശ്രമിച്ചുവെങ്കിലും പ്രതിപക്ഷ നേതാവ് നിൽക്കാൻ കൂട്ടാക്കിയില്ല. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് ഈ നേമൻ ഷജീർ. രാഹുൽ മാങ്കൂട്ടത്തെ നിയമസഭയിൽ എത്തിയപ്പോൾ ഒപ്പം വന്നത് പാവം ഷജീറായെന്ന്. എന്തായാലും നാളെ വീണ്ടും സഭയിലെത്താണ് മാങ്കൂട്ടത്തിന്റെ തീരുമാനം. ഇനി അയ്യപ്പൻ കാക്കോ ഇല്ലേ എന്ന് നാളെ അറിയാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച